രാവിലെ വരണം, എത്തുമ്പോഴും തിരിച്ചെത്തുമ്പോൾ 7 മണിയാവും. പിന്നെ ഒരു ചെറിയ ഗ്യാപ്പേ ഉള്ളൂ. അപ്പം നേരത്തെ എക്സാം എക്സാമിന് അത് വലിയ സംഭവമാണ്. കാര്യം നമ്മൾ രാവിലെ 8 മണിക്ക് പുറപ്പെട്ട് 7 മണിക്ക് തിരിച്ച് വീട്ടിലെത്തുക. അതിൻ്റെ കൂട്ടത്തിൽ ക്ലാസ് കഴിഞ്ഞിട്ടുള്ള പഠിത്തം ഉണ്ടാകുമ്പോഴത്തേക്ക് എല്ലാ ഡേയ്സും എക്സാംസ് ഉണ്ടാവും. ഫസ്റ്റ് എക്സാം ഉണ്ടാവും. പിന്നെ ആപ്പ് തുടങ്ങിയതിന് ശേഷം അതിൽ ടാലൻറ്റ് ഹണ്ടും അതിൽ എക്സാംസ് ഉണ്ടാവും. അതാണ് ഏറ്റവും കൂടുതൽ ട്രെയിനിൽ വരുമ്പോഴൊക്കെ അതിന് വേണ്ടി പഠിച്ചിട്ടായിരിക്കും വരുന്നത്. ജൂനിയർ കോർപ്പറേറ്റ് ഇൻസ്പെക്ടർ സക്സസ് സ്റ്റോറി സഹകാരി റേസസ് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇന്ന് വളരെ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ കൂടെ ഉള്ളത്, ഗൗരി ശ്രീധർ. അദ്ദേഹം നമ്മുടെ ജൂനിയർ കോർപ്പറേറ്റ് ഇൻസ്പെക്ടർ പരീക്ഷയിൽ 14ാം റാങ്കും അതുപോലെ കേരള ബാങ്ക് എത്രാമത്തെ റാങ്കുമാണ്? 103ാമത്തെ റാങ്ക് ഹോൾഡറുമാണ് ഗൗരി ശ്രീധർ. നിലവിൽ കേരള ബാങ്കിൽ ഇപ്പോൾ അഡ്വൈസ് മേടിച്ചിരിക്കുന്നു അല്ലേ? അഡ്വൈസ് മേടിച്ച് നിൽക്കുകയാണ്. അതിനോടൊപ്പം JCയിലും ഫസ്റ്റ് അഡ്വൈസ് കിട്ടാൻ പാകത്തിനുള്ള റാങ്ക് നേടി നിൽക്കുകയാണ് നമ്മുടെ ഗൗരി. നമ്മുടെ ഓഫ്ലൈൻ ക്ലാസിൻ്റെ സന്തതി തന്നെയാണ്. അതായത് വർക്കലയാണ് സ്വദേശം. വന്നു പോക്കായിരുന്നു, അവിടെ നിൽക്കലായിരുന്നു? ട്രെയിനിൽ വന്നു പോകായിരുന്നു. രാവിലെ എത്ര മണിക്ക് പുറപ്പെടും? 8:40 ഇൻഡസ്ട്രിക്കെങ്കിലും വന്നാലേ 10 മണിയുടെ ക്ലാസ് കിട്ടും. അല്ലെങ്കിൽ പിന്നെ ലേറ്റ് ആയിട്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ജേണി എന്ന് പറയുമ്പോഴത്തേക്കും മക്കൾ ഒരു എന്താ പറയുക, ഒരു കിടിലൻ ജേണിയാണ്. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിരുന്ന ആരൊക്കെയാണ്? ഫാമിലി, ഫ്രണ്ട്സ്, പിന്നെ സാറന്മാർ, സഹകാരിയിലെ എൻ്റെ സാറന്മാരായാലും മെൻറ്റേഴ്സ് ആയാലും എല്ലാവരും. നമുക്ക് വീട്ടിൽ വേറെ ജോലിയൊന്നും ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്നിട്ടില്ല, പഠിച്ചാൽ മാത്രം മതി. പിന്നെ രാവിലെ വരണം, എത്തുമ്പോഴും തിരിച്ചെത്തുമ്പോൾ 7 മണിയാവും. പിന്നെ ഒരു ചെറിയ ഗ്യാപ്പേ ഉള്ളൂ. അപ്പം നേരത്തെ എക്സാമിന് അത് വലിയ സംഭവമാണ്. കാര്യം നമ്മൾ രാവിലെ 8 മണിക്ക് പുറപ്പെട്ട് 7 മണിക്ക് തിരിച്ച് വീട്ടിലെത്തുക. അതിൻ്റെ കൂട്ടത്തിൽ ക്ലാസ് കഴിഞ്ഞിട്ടുള്ള പഠിത്തം ഉണ്ടാകുമ്പോഴത്തേക്കും വലിയ ടാസ്ക് ആയിരുന്നുള്ളതാണ് അല്ലേ? ഓഫ്ലൈൻ ക്ലാസ്സിനെ കുറിച്ച് ഓർമ്മിക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ ഏറ്റവും കൂടുതൽ മനസ്സിൽ വരുന്ന മെമ്മറീസ് എന്തൊക്കെയാണ്? ഫ്രഷ് എക്സാംസും എല്ലാ ഡേയ്സും എക്സാംസ് ഉണ്ടാവും. ഫ്രഷ് എക്സാം ഉണ്ടാവും. പിന്നെ ആപ്പ് തുടങ്ങിയതിന് ശേഷം അതിൽ ടാലൻറ്റ് ഹണ്ടും അതിൽ എക്സാംസ് ഉണ്ടാവും. അതാണ് ഏറ്റവും കൂടുതൽ ട്രെയിനിൽ വരുമ്പോഴൊക്കെ അതിന് വേണ്ടി പഠിച്ചിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, എൻ്റെ കയ്യിൽ നിന്ന് വഴക്ക് കിട്ടിയിട്ടുണ്ടോ? ഇല്ല, വഴക്കായിട്ട് കിട്ടിയിട്ടില്ല. ഓക്കെ, ഫസ്റ്റ് ചോദ്യം ഇത് തന്നെയാണ്. മോളെ ആദ്യമായിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കൊണ്ടുവന്ന ആരാണ്? നമ്മുടെ ഈ സഹകരണ മേഖലയിലേക്ക് കൊണ്ടുവന്ന ആരാണ്? എനിക്ക് കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആക്ച്വലി ഇല്ല. ഞാൻ ഡിഗ്രി മാത്സ് ആയിരുന്നു, +2 സയൻസ് ആയിരുന്നു. അപ്പോൾ അമ്മ ഈ കോപ്പറേറ്റീവ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി അറിയായിരുന്നു. അപ്പോൾ എനിക്ക് BEd ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു, HDCയിലും കോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പഠിച്ചാൽ കുറച്ചുകൂടെ ജോബ് ഓറിയന്റഡ് ആയിട്ട് പെട്ടെന്ന് തന്നെ ജോലിയിൽ എത്താം എന്നുള്ളൊരു ഇതുകൊണ്ടാണ് അമ്മയാണ് നമ്മളെ നയിച്ചത്. അതെ, അമ്മയ്ക്ക് അച്ഛനും ഇതിനെപ്പറ്റി അറിയായിരുന്നു, ഈ ഫീൽഡിനെ പറ്റി. കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ CSEB നോക്കാം എന്നുള്ള രീതിയിൽ ജോയിൻ ചെയ്തു. ഓഫ്ലൈൻ ക്ലാസ്സിൽ സെപ്റ്റംബറോടുകൂടി ജോയിൻ ചെയ്തു. 2 മന്ത് കഴിഞ്ഞപ്പോഴാണ് PSC നീരന്റെ നോട്ടിഫിക്കേഷൻ. അപ്പോൾ ആദ്യം നമുക്ക് JCA നോട്ടിഫിക്കേഷൻ, അതിൻ്റെ തൊട്ട് പിന്നാലെ കേരള ബാങ്ക് നോട്ടിഫിക്കേഷൻ. പിന്നെ CSEB നോക്കേണ്ടി വന്നിട്ടില്ല, പരീക്ഷ എഴുതിയതിൻ്റെ കോൺഫിഡൻസിൽ നമ്മൾ. ഓക്കെ, ആ ഒരു കോൺഫിഡൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് വളരെ വലിയ കാര്യമാണ്. നമുക്കൊരു പരീക്ഷ എഴുതി കഴിയുമ്പോൾ തന്നെ നമുക്കിതിൽ അഡ്വൈസ് ഉറപ്പിക്കാമെന്നുള്ള കോൺഫിഡൻസിൽ നമുക്ക് വരാൻ പറ്റണം. അപ്പോൾ അതിന് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് ആവട്ടെ ഓഫ്ലൈൻ ക്ലാസ് ആവട്ടെ, നിങ്ങൾ ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഉദാഹരണത്തിന് നമുക്ക് എല്ലാ വീക്കിലുള്ള പെർഫോമൻസ് വാല്യുവേഷൻ ആണെന്നുണ്ടെങ്കിലും അതുപോലെ മന്ത്ലി സൂപ്പർവിഷൻ ടെസ്റ്റ് ആണെന്നുണ്ടെങ്കിലും അത് വരുമ്പോഴത്തേക്കും റിസൾട്ട് വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, നമുക്ക് ആ ഒരു കോൺഫിഡൻ്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന കാര്യത്തിൽ. എത്ര തവണ നീ ഫസ്റ്റ് പഠിച്ചിട്ടുണ്ട് വീക്കിലി? 4-5 പ്രാവശ്യം ഫസ്റ്റിലോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ട്രോഫി ഒരു തവണ വന്നിട്ടുണ്ട് 8th ഔട്ട് ഓഫ്. പിന്നെ 96-97 ആ റേഞ്ചിൽ ഇങ്ങനെ തട്ടി നിൽക്കുന്ന മൊത്തം. അപ്പോൾ നമുക്ക് ഓക്കെ, അതായത് നമുക്കൊരു ഓഫ്ലൈൻ ക്ലാസ്സിലിരുന്ന് നിങ്ങൾ പഠിക്കുകയും നിങ്ങൾ ഇത്രയും വീക്കിലി എക്സാംസ് എഴുതുമ്പോഴത്തേക്ക് 1, 2, 3 പരീക്ഷയിലെങ്കിൽ നിങ്ങൾ ഫസ്റ്റിലേക്ക് വരികയും നിങ്ങൾ 95+ ഇങ്ങനെ അടിച്ചടിച്ച് നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഷുവറാണ് നമുക്ക് ലിസ്റ്റിൽ കാണുന്നുള്ള കാര്യം ഷുവറാണ്. അതുപോലെ നമുക്ക് ജോബ് ഉറപ്പാക്കാൻ പറ്റുന്നുള്ള കാര്യം നമുക്ക് ഒരു ഷുവറിറ്റിയുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സിൽ വന്നതിന് ശേഷം അവിടെ കമ്പൈൻഡ് ഡിഗ്രി സമയം കിട്ടുമായിരുന്നാടാ? കമ്പൈൻഡ് സ്റ്റഡിക്ക് കുറവായിരുന്നു. ലാസ്റ്റ് ഒരു 5 മണി വരെയൊക്കെ ഇരിക്കുമായിരുന്നു. ആരൊക്കെയായിരുന്നു കൂട്ടുകാരൊക്കെയായിരുന്നു? അന്നേരം അവിടെ ഉള്ള നമ്മളെല്ലാവരും ചേർന്ന് പഠിക്കും. ട്രെയിനിൽ പോണ സമയം നീ എങ്ങനെ പ്രയോജനപ്പെടുത്തുമായിരുന്നു? ലാസ്റ്റ് നമ്മുടെ എക്സാം അടുപ്പിച്ചൊക്കെ ആയപ്പോഴത്തേക്കും ആപ്പിൽ നമുക്ക് മറ്റേ ടാലൻറ്റ് ഹണ്ടിൽ 100 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, അത് ചെയ്തത് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്തൊക്കെ ചെയ്യായിരുന്നു. സാറ് പറയുമായിരുന്നു ക്വസ്റ്റ്യൻ ബൈ ഹാർട്ട് ആവുന്ന തരത്തിൽ എപ്പോഴും ചെയ്തു നോക്കണം എന്ന്. അപ്പോൾ അങ്ങനെ ചെയ്യുമായിരുന്നു. തിരിച്ചു വരുമ്പോഴായാലും വീക്കിലി എക്സാമിൻ്റെ മുന്നേ കഴിഞ്ഞ വീക്കിലി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസറൊക്കെ എടുത്ത് വീണ്ടും അങ്ങോട്ടും ചോദിക്കുകയൊക്കെ ചെയ്യും. ഞാനൊരു ഫ്രണ്ടോ വരുന്നത്, അപ്പം ഞങ്ങൾ പരസ്പരം അങ്ങോട്ട് ചോദിച്ച് അമ്മലായിട്ടൊക്കെ ചോദിച്ചൊക്കെ പഠിക്കുക. നമ്മൾ എപ്പോഴും പറയാറുണ്ട്, നമുക്ക് ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ആ ടോപ്പിക്കെ ബന്ധപ്പെടുത്തിയിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് ആ ഒരു ക്ലാസ്സിൻ്റെ എൻഡിലുണ്ടായിരിക്കും. അപ്പോൾ ഈ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് ഇതാണ്, നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ചെയ്യുക, അല്ലെങ്കിൽ മറന്നു പോകും അല്ലേ? ഉറപ്പായിട്ടും മറന്നു പോകും. നമ്മൾ ഒരുപാട് വലിയ കാര്യം ചെയ്യുന്നത്. കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴത്തേക്കും ഓരോ സബ്ജക്റ്റിനും ഒരു ദിവസം പരീക്ഷ. ഇത് എല്ലാ സബ്ജക്റ്റും പഠിച്ചത് ഒരു ദിവസം എഴുതാൻ പോവാണ്.
അപ്പോൾ അതൊരു വലിയ ടാസ്ക്കാണ്. വലിയ ടാസ്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ പെർഫോമൻസ് നമ്മൾ ഭയങ്കരമായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യം വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഫലം അങ്ങടെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. നിങ്ങളെ മെൻറ്റർഷിപ്പ് എങ്ങനെ അവിടെ ഹാൻഡിൽ ഓഫ് ലൈനിൽ എങ്ങനെയായിരുന്നു? അഭിരാമി എന്ന് പറഞ്ഞൊരു ചേച്ചിയായിരുന്നു മെൻറ്ററായിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് സർക്കിൾ സെഷൻസൊക്കെ അത് യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഓക്കെ, കാരണം ആ സമയത്ത് നമുക്ക് മാത്സ് ഇംഗ്ലീഷ് ജീവിക്കുക പിന്നെ ഇല്ലല്ലോ, ഇല്ല. കാരണം അതെ, സബ്ജക്ട് ഓറിയൻറ്റേഷൻ ആയിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഗൗരിയുടെ സ്റ്റോറി എടുത്തു കഴിഞ്ഞാലും അതുപോലെ ആദ്യ റാങ്കുകളിലേക്ക് വന്ന ഏതൊരു വ്യക്തിയുടെ സ്റ്റോറിയിലേക്ക് വന്നു കഴിഞ്ഞാലും നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും കൺസിസ്റ്റൻ്റ് ആയിട്ട് എക്സലൻ്റ് ആയിട്ട് അതിനകത്ത് നിങ്ങൾ നിൽക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് വേറെ ഒരു കാര്യത്തിൻ്റെയും സപ്പോർട്ട് നമുക്ക് ആവശ്യമില്ല. നമ്മൾ എഴുതുന്ന പരീക്ഷകളിലൊക്കെ നിങ്ങൾ റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഒരു പരീക്ഷ വന്നാലും നമ്മുടെ കുട്ടികൾ ഈ റാങ്ക് ലിസ്റ്റിൻ്റെ ആദ്യ ഭാഗത്തേക്ക് എത്താൻ ഹെൽപ്പുള്ള ആൾക്കാരാണ് ഇപ്പോഴും. ഒന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അത് ഒരു ദിവസം കൊണ്ട് നേടുന്നതാണോ നമ്മളെ? അല്ലല്ലോ, ഒരു ദിവസം കൊണ്ടല്ല, ഒരു വളരെ ലോങ് ടേം കൊണ്ട് ഈ കുട്ടികൾ നേടിയെടുത്തൊരു സ്കില്ലാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു എക്സലൻസ്. അപ്പോൾ എപ്പോഴും നിങ്ങളും അതുപോലെ ലോങ് ടേമിലായിട്ട് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്രാറ്റിഫിക്കേഷന് വേണ്ടി ആരും ശ്രമിക്കരുത്. പെട്ടെന്ന് പഠിക്കുക, പെട്ടെന്ന് ജോലി കിട്ടുക. അതിന് ഓരോ കാര്യത്തിനും അതിൻ്റെ സമയവും സന്ദർഭവും അതുപോലെ നമ്മുടെ എഫേർട്ടൊക്കെ ആവശ്യമാണ്. അങ്ങനെ ഇട്ട കുട്ടികളൊക്കെ വിജയിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വിജയിക്കാൻ കഴിയട്ടെന്ന് ആശംസിക്കുകയാണ്.